എല്ലാവർക്കും ത്രീ കിങ്സിൻ്റെ CH പ്രതിഭ ക്വിസിലേക്ക് സ്വാഗതം. CH മുഹമ്മദ് കോയ സോവിയറ്റ് യൂണിയൻ എന്ന പുസ്തകം എഴുതിയ വർഷം 1974. മഴവെള്ളം ഉപയോഗിച്ച് ജലക്ഷാമം പരിഹരിക്കാനുള്ള കേരള സർക്കാർ പദ്ധതി വർഷ. CHൻ്റെ ഭാര്യയുടെ പേര് എന്ത്? KK ആമിന. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി കൈത്താങ്ങ്. ദേശീയ വിദ്യാഭ്യാസ ദിനം ആരുടെ ജന്മദിനമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിപ്രതിമ എവിടെയാണ്? ചടയമംഗലം ജടായു പാർക്ക്, കൊല്ലം ജില്ല. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം? ഉത്തർപ്രദേശ്. വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനൽ പ്രവർത്തിക്കുന്നത് ഏത് ഉപഗ്രഹത്തിൻ്റെ സഹായത്താലാണ്? എഡ്യൂസാറ്റ്. ഇൻകിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ്? ഇക്ബാൽ. 2028 ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ? അമേരിക്കയിലെ ലോസ് ആഞ്ചലസ്. ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം? 9899. അവ തമ്മിൽ കുറച്ച് നോക്കുക. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര്? ദാദാഭായ് നവറോജി. മാമാങ്കം അവസാനമായി നടന്ന വർഷം? 1755. ജാലിയൻ വാലാബാഗ് സംഭവം നടന്ന വർഷം? 1919 ഏപ്രിൽ 13. ഭാരത സർക്കാർ നൽകുന്ന പരമോന്നത സിവിലിയൻ ബഹുമതി ഏത്? ഭാരതരത്ന. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടിയുടെ പേര്? തേജസ് എക്സ്പ്രസ്. ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കിയ ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 370. ഭൂമധ്യരേഖ കടന്നുപോകുന്ന ഒരേ ഒരു ഏഷ്യൻ രാജ്യം? ഇന്തോനേഷ്യ. ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ ഗാന്ധിജിയുടെ സേവനം ഏത് ഗ്രാമത്തിലായിരുന്നു? നവഖാലി. ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേര് ഗാന്ധിജി നൽകിയത്? ബർദോളി സത്യാഗ്രഹം. ചന്ദ്രയാൻ 2 പേടകത്തിൻ്റെ ബാഹുബലി എന്ന പേരിൽ അറിയപ്പെടുന്ന റോക്കറ്റ് ഏത്? GSLV മാർക്ക് 3. ഹരിതഗൃഹപ്രഭാവം അനുഭവപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? ട്രോപ്പോസ്ഫിയർ. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഉടമ ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ദേശീയ വിദ്യാഭ്യാസ ദിനം? നവംബർ 11. ലോക മനുഷ്യാവകാശ ദിനം? ഡിസംബർ 10. ഗാന്ധി എന്ന സിനിമയുടെ സംവിധായകൻ? റിച്ചാർഡ് ആറ്റംബറോ. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ അനുഭവങ്ങൾ വിവരിക്കുന്ന ശ്യാം ബെനഗൽ സംവിധാനം ചെയ്ത സിനിമ ഏത്? മേക്കിംഗ് ഓഫ് മഹാത്മാ.
രാജീവ് ഗാന്ധിയുടെ സമാധി സ്ഥലം വീർഭൂമി. റോബോട്ടിന് പൗരത്വം അനുവദിച്ച ആദ്യ രാജ്യം ഏത്? സൗദി അറേബ്യ. 10 രൂപയുടെ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം ഏത്? കൊണാർക്ക് സൂര്യക്ഷേത്രം. കേരള നിയമസഭയിൽ നിന്ന് രാജിവെച്ച ആദ്യ നിയമസഭാ അംഗം ആര്? CH മുഹമ്മദ് കോയ. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തീവണ്ടി തേജസ് എക്സ്പ്രസ് സർവീസ് നടത്തുന്നതെവിടെ? ഡൽഹി മുതൽ ലക്നൗ വരെ. അന്തരിച്ച ബാലഭാസ്കർ ഏത് സംഗീത ഉപകരണത്തിലാണ് പ്രശസ്തൻ? വയലിൻ. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? സുന്ദർലാൽ ബഹുഗുണ. ആധാർ നിലവിൽ വന്ന വർഷം 2010. ധീരാത്മാക്കൾ എന്ന പേരിൽ നെൽസൺ മണ്ടേലയെക്കുറിച്ച് കവിത എഴുതിയതാര്? APJ അബ്ദുൽ കലാം. സിമ്മിൻ്റെ പൂർണ്ണരൂപം. SIM സിമ്മിൻ്റെ പൂർണ്ണരൂപം സബ്സ്ക്രൈബർ ഐഡൻറ്റിഫിക്കേഷൻ കോഡ്. സബ്സ്ക്രൈബർ ഐഡൻറ്റിഫിക്കേഷൻ കോഡ്. 1 ബില്യൺ എത്ര കോടിയാണ്? 100 കോടി. 100 കോടിയാണ് 1 ബില്യൺ. തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം? മെർക്കുറി അല്ലെങ്കിൽ രസം. രണ്ടും ഒന്ന് തന്നെയാണ്. കേരളത്തിലെ ആദ്യ ആദിവാസി ഗ്രാമപഞ്ചായത്ത്? ഇടമലക്കുടി. ഇടുക്കി ഇടമലക്കുടി. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറം? ഓറഞ്ച്. ബ്ലാക്ക് ബോക്സിൻ്റെ നിറം ഓറഞ്ച്. ലോകത്താദ്യമായി 5G നിലവിൽ വന്ന രാജ്യം? ഖത്തർ. ഖത്തറിലാണ് 5G വന്നത്. ഇന്ത്യ ആദ്യമായി നിർമ്മിച്ച എൻജിൻ ഇല്ലാത്ത ട്രെയിൻ? ട്രെയിൻ 18. എവിടെയാണ് CH മുഹമ്മദ് കോയ അന്തരിച്ചത്? ഹൈദരാബാദ്. ലിബിയൻ ജമാഹിരിയ എന്ന പുസ്തകം എഴുതിയതാര്? CH മുഹമ്മദ് കോയ 1982 എഴുതി. CHൻ്റെ ആദ്യ പുസ്തകം ലിയാഖത്ത് അലി ഖാൻ അദ്ദേഹത്തിൻ്റെ എത്രാമത്തെ വയസ്സിലാണ് പ്രസിദ്ധീകരിച്ചത്? അദ്ദേഹത്തിൻ്റെ 28ാമത്തെ വയസ്സിൽ പ്രസിദ്ധീകരിച്ചു. CHൻ്റെ ആദ്യ യാത്രാ വിവരണ പുസ്തകം ഏത്? കോ ലണ്ടൻ കെയ്റോ. കോ ലണ്ടൻ കെയ്റോ. CH മുഹമ്മദ് കോയയുടെ പൂർണ്ണനാമം? ചെറിയൻകണ്ടി മുഹമ്മദ് കോയ. ഏത് തൂലികാനാമത്തിലാണ് CH കൃതികൾ രചിച്ചത്? MK അത്തോളി. CH മുഹമ്മദ് കോയ ജനിച്ച വർഷം? 1927. അതിരാണിപ്പാടത്തെ മനുഷ്യരുടെ കഥ പറഞ്ഞ സാഹിത്യകാരൻ ആര്? SK പൊറ്റക്കാട്. അത്തോളി ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. അത്തോളി കോഴിക്കോട്. ദുർബലർക്കൊരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. ക്ഷമിക്കുക എന്നത് ശക്തരുടെ ഗുണമാണ്. ഇതാരുടെ വാക്കുകൾ? ഗാന്ധിജി. അഴുക്കുചാൽ പരിശോധകരുടെ റിപ്പോർട്ട് എന്ന് ഗാന്ധിജി വിമർശിച്ച കൃതി ഏത്? മദർ ഇന്ത്യ. മരണദിവസം ഗാന്ധിജി അവസാനമായി കണ്ടുമുട്ടിയ നേതാവ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. മഹാത്മാഗാന്ധി ഖാദി ആശ്രമം എവിടെയാണ്?
പത്തനംതിട്ടയിലെ ഇലന്തൂർ. ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി UNO പ്രഖ്യാപിച്ച വർഷം ഏത്? 2007. ഹരിജൻ പത്രം ഗാന്ധിജി പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിൽ? ഇംഗ്ലീഷ്.